viewers, this is Once Upon a Time Season 4 Stand Up for Girls, മലയാളത്തിലെ ആദ്യത്തെ സ്റ്റാൻഡപ്പ് കോമഡി ഷോ. നമ്മളൊരു കാര്യം അറ്റംപ്റ്റ് ചെയ്ത് പരാജയപ്പെട്ട അല്ലെങ്കിൽ ഒരു സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി നമ്മളത് ഓവർകം ചെയ്യാൻ, ആ പ്രശ്നം ഓവർകം ചെയ്യാൻ, തരണം ചെയ്യാൻ, അതിജീവിക്കാനായിട്ട് ഒരു വഴി കണ്ടെത്താറുണ്ട്. സോ ഇങ്ങനെ സംഭവിക്കുമ്പോഴാണ് പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങൾ ഉണ്ടാകുന്നത്. ഫോർ എക്സാമ്പിൾ, എത്രയോ തവണ വീണതിന് ശേഷമാണ് കുട്ടികൾ നടക്കാൻ പഠിക്കുന്നത്. ഈ പലതവണ വീണ കുട്ടി ഓക്കെ ഇനി എനിക്ക് ഈ പണി ചെയ്യാൻ വയ്യ എന്ന് പരാജയപ്പെട്ട് പോവുകയാണെങ്കിൽ ഒരുപക്ഷെ അവൻ പിന്നീട് നടക്കില്ല. സോ അങ്ങനെ തന്നെയാണ് എപ്പോഴും നമ്മൾ ട്രൈ ടിൽ വി സക്സീഡ് എന്ന് പറയും. നമ്മൾ ജയിക്കുന്നത് വരെ നമ്മൾ എപ്പോഴും ശ്രമിക്കുക. എന്തായാലും ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്യുന്ന, ഒരുപാട് ടാലന്റഡ് ആയിട്ടുള്ള ഒരു കൂട്ടം സ്റ്റാൻഡപ്പ് കൊമീഡിയന്മാർ, ഫീമെയിൽ സ്റ്റാൻഡപ്പ് കൊമീഡിയന്മാരാണ് നമ്മുടെ Once Upon a Time Season 4 ഭാഗമാകുന്നത്. ഒരു പുതുമയാർന്ന എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്യുന്നു. എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഒരു പവർ പാക്ഡ് എപ്പിസോഡിലേക്ക് നമ്മുടെ പ്രിയപ്പെട്ട ജഡ്ജസിനെ നമുക്ക് വെൽക്കം ചെയ്യാം. ലെറ്റ്സ് വെൽക്കം രമേശ് പിഷാരടി ആൻഡ് രചന നാരായണൻകുട്ടി. ജയിക്കുന്ന ആൾക്കാർ തോക്കുന്ന ആൾക്കാരും തമ്മിലുള്ള പ്രധാന വ്യത്യാസങ്ങളിലൊന്ന്, ഒരുപാട് പേര് തുടങ്ങും പല കാര്യങ്ങളും. എല്ലാവരും ജീവിതത്തിൽ തുടങ്ങും. അത് ആരംഭശൂരത എന്ന് പറയുന്നത് പല കാരണങ്ങൾ കൊണ്ടാണ് തുടങ്ങുന്നത്. ഒന്ന്, ഇത്തവണ ഒന്ന് നന്നാവണം തീരുമാനിക്കും, വളരെ മോട്ടിവേറ്റഡ് ആകുമ്പോൾ തുടങ്ങും, വളരെ സന്തോഷമുള്ളപ്പോൾ തുടങ്ങും. പക്ഷെ ഇവന് ഉദ്ദേശിച്ച പോലെ ഒരാഴ്ച ജിമ്മിൽ പോയി സിക്സ് പാക്ക് വന്നില്ല, ഒരു ബിസിനസ് തുടങ്ങി, ഒരു മാസം കഴിഞ്ഞപ്പോൾ അതിനകത്ത് ഇച്ചിരി ലോസ് വന്നു, സിനിമയിൽ അഭിനയിക്കാമെന്ന് പറഞ്ഞ് ഇറങ്ങി നടന്നു, ഒരു കൊല്ലം കഴിഞ്ഞിട്ടും അവസരം കിട്ടിയില്ല എന്നൊക്കെ പറഞ്ഞ് ഇവൻ ഉദ്ദേശിച്ച പോലത്തെ റിസൾട്ട് വരാതാകുമ്പോൾ ഇവൻ അത് നിർത്തും, വേറൊരെണ്ണം തുടങ്ങി നോക്കും. അതാ രക്ഷപ്പെടുന്ന വഴി എന്ന് ഓർക്കും. വേറൊരെണ്ണം തുടങ്ങി നോക്കും. പക്ഷേ തുടങ്ങുന്ന ഒരു സ്ഥലത്ത്, ലക്ഷ്യം ഫോക്കസ് ഉള്ളൊരു സ്ഥലത്ത് തുടങ്ങുകയും വളരെ കൺസിസ്റ്റന്റ് ആയിട്ട് കുറേ നാൾ അതിൽ പ്രവർത്തിക്കുകയും ചെയ്യുമ്പോൾ എങ്ങനെ വന്നാലും അത്രയും നാളത്തെ അധ്വാനവും കൂടെ കണക്ക് കൂട്ടി പലിശയോടുകൂടി ഇത് തിരിച്ചു കിട്ടുന്നതാണ് പലരുടെയും കാര്യത്തിൽ എപ്പോഴും കണ്ടിട്ടുള്ളത്. ഇവിടെയുള്ള പല ആൾക്കാരും, നമ്മുടെ പരിപാടിക്ക് വരുന്നവരെല്ലാവരെയും ഞാൻ ശ്രദ്ധിച്ച ഒരു കാര്യം, പലരും വീട്ടമ്മമാരാണ്, റിട്ടയർഡ് ആയിട്ടുള്ളവരുണ്ട്, ജോലിക്കാരുണ്ട്, വിദ്യാർത്ഥിനികളുണ്ട്, സമൂഹത്തിന്റെ നാനാ തുറകളിലുള്ളവർ. എനിക്ക് ഇങ്ങനെ ഒരു ബോധ്യമുണ്ട്, ഇങ്ങനെ ഒരു കഴിവുണ്ട് എന്ന് മനസ്സിലാക്കുന്നു, പറഞ്ഞു നോക്കുന്നു, ഇവിടെ വന്ന് നമുക്ക് മുന്നിൽ അവരുടെ കലാപ്രകടനങ്ങൾ അവതരിപ്പിക്കുന്നു. ഏറ്റവും വലിയ അത്ഭുതം, ഇപ്പോൾ ഇത് പലരിലും ഈ ഒരു പ്രതിഭ നമ്മൾ കണ്ടു തുടങ്ങിയിട്ടുണ്ട്. പലരും നർമ്മം പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. നമ്മുടെ ഫ്ലാറ്റുകൾ പോലുള്ള ചില സ്ഥലങ്ങളിലൊക്കെ ഇപ്പം ഫ്ലാറ്റിൻ്റെയൊക്കെ ആഘോഷങ്ങളിൽ ഒരു സ്റ്റാൻഡപ്പ് കോമഡിയും കൂടെ നടക്കുന്നുണ്ട്. ഒരു 4 കൊല്ലം മുമ്പ് 5 കൊല്ലം മുമ്പൊക്കെ തിരുവാതിര സ്ഥിരം പരിപാടികളുണ്ടായിരുന്നു. ഇപ്പോൾ ഇതും കൂടെ നടക്കുന്നുണ്ട്. അങ്ങനെ നടക്കുന്ന സ്ഥലങ്ങളിലെല്ലാം അറിഞ്ഞോ അറിയാതെയോ ഒക്കെ നമ്മളെയും നമ്മുടെ പരിപാടിയും ഓർക്കുന്നു എന്നും പല വഴിക്ക് നമുക്ക് അറിയാൻ കഴിയുന്നു. അതും വലിയ സന്തോഷമാണ്. നമ്മുടെ Once Upon a Time'ന്റെ ഓഡീഷന് നമ്മൾ ക്ഷണിക്കണമെന്ന് പറഞ്ഞ സമയത്ത് എൻ്റെ 2-3 സുഹൃത്തുക്കൾ, അതായത് വളരെ അടുപ്പമുള്ള സുഹൃത്തുക്കൾ, പിഷു കഴിഞ്ഞ ഒരു ദിവസം പറഞ്ഞതുപോലെ എന്ത് പറഞ്ഞാലും നമ്മൾ തളർത്തി അങ്ങനെ ആഘോഷിക്കുന്ന അതിലൊരാൾ ചോദിച്ചു, രച്ചു ഞാൻ വരട്ടെ എന്ന് ചോദിച്ചു. വാ. അയ്യോ വേണ്ട അല്ലേ, ചളി പറയാൻ പറ്റുന്ന ഒരു വേദി അല്ലല്ലോ അതെന്ന്. അപ്പോൾ ആളുടെ ഒരു നിരീക്ഷണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഈ ഷോ വളരെ സ്റ്റാൻഡേർഡ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ഷോ ആണ് എന്നുള്ളതാണ്. അവിടെ ഞാൻ വന്ന് ചളി പറഞ്ഞു കഴിഞ്ഞാൽ ശരിയാവുമോ എന്നൊരു ചിന്ത പലർക്കും ഉണ്ട്. പക്ഷേ അതിൽ നിന്നാണ് നമ്മളെല്ലാവരും തുടങ്ങുന്നത്. അതെ. എന്നാ പിന്നെ നമ്മുടെ പ്രിയപ്പെട്ട ജഡ്ജസിനെ ജഡ്ജിംഗ് സീറ്റിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. പ്ലീസ്. സ്റ്റാൻഡപ്പ് പോരാട്ടത്തിലെ പെൺ പടയാളികളെ വെൽക്കം ചെയ്യുകയാണ്. ലെറ്റ്സ് ഹാവ് നിറ്റി ആൻഡ് ജയശ്രീ. നിറ്റി ആൻഡ് ജയശ്രീ. ജയശ്രീ ഫസ്റ്റ് ടൈം ആണ് നമ്മുടെ ഫ്ലോറിൽ വരുന്നത്. ഓൾറെഡി കഴിഞ്ഞ പ്രാവശ്യം വന്ന് തകർത്ത് പെർഫോം ചെയ്ത് പോയ ഒരാളാണ്. അപ്പൊ ആദ്യം ജയശ്രീയുടെ വിശേഷങ്ങൾ അറിയാം. പറയൂ, എവിടെ നിന്നാണ് വരുന്നത്, എന്ത് ചെയ്യുന്നു? ഞാൻ കോട്ടയത്ത് നിന്നാണ് വരുന്നത്. കോട്ടയത്ത് നിന്ന് ഒരുപാട് പേര് വന്നിട്ടുണ്ട് ഇതിനോടകം. കോട്ടയത്ത് വാകത്താനം എന്ന് പറഞ്ഞ സ്ഥലത്ത് നീലമന ഇല്ലത്ത് നിന്നാണ് വരുന്നത്. നമ്മുടെ വാകത്താനം വാകത്താനില്ലത്തെ നീലമന ഇല്ലത്തിലെ വാമന നമ്പൂരിയുടെ അല്ല, ശങ്കരൻ നമ്പൂതിരിയുടെ വൈഫാ. ഗംഭീരായി. അത് മാത്രല്ല, ചുമ്മാ അങ്ങ് ചിരിച്ചോണ്ടിരിക്കുക. നോക്ക നിങ്ങള്, നിർത്താൻ പറ്റുന്നില്ല. ഇവിടെ വന്നപ്പോ തൊട്ട് ചിരിച്ചോണ്ടിരിക്കുക. അല്ല, എന്റെ പുള്ളിക്കാരൻ പറഞ്ഞായിരുന്നു, എന്തോ നിങ്ങൾ വഴക്കുണ്ടാക്കല്ലേ, ആരെങ്കിലും ഒരാൾ പറ.
ചിരിക്ക് വേറൊരു കാര്യമുണ്ട്. അവിടെ സ്റ്റാൻഡപ്പ് പഠിച്ചുകൊണ്ടിരിക്കുന്നിടക്ക് സ്വന്തം മോന്റെ കല്യാണം നിശ്ചയിച്ച് കുറി സഹിതം കൈമാറിയിട്ടുണ്ട്. എങ്ങനെ കല്യാണത്തിന് കഴിക്കാനുള്ള പെൺകുട്ടിയെയും കണ്ട് കുറിയും സഹിതം കൈമാറി. പുറത്ത് ഒരു വെടിക്ക് രണ്ട് പക്ഷി എന്നൊക്കെ പറയത്തില്ലേ, ഒരു കല്യാണം തീരുമാനമായോ ഈ ഫ്ലോറിൽ വന്നിട്ട്? കുട്ടിയുടെ ഫാമിലി അറിഞ്ഞിട്ടില്ല. കുട്ടി പറഞ്ഞു നോക്കാം വരട്ടെ. അമ്മായിയമ്മ വളച്ച നാളെ ഹോറോസ്കോപ്പ് കൈമാറാവുന്ന വരെ ആയിട്ടുണ്ട്. ആദ്യമായിട്ട് എങ്ങനെയാ ചോദിച്ചത് അത് പറഞ്ഞേ. ശരി, ഞാൻ അതാണ് കുട്ടി ഡയാൻ, ആ പച്ചയിട്ട് നിൽക്കുന്നതാണ് ഒരു പെൺകുട്ടി. ആ പെൺകുട്ടി രാവിലെ എന്ത് ചെയ്യണം എന്ന് അറിയേണ്ട, പണിക്കും പോകേണ്ട അവിടെ നിൽക്കുകയാണ്. അപ്പൊ ഒന്ന് അല്ല, നല്ല കൊച്ചാണ്. അപ്പം ചെക്കൻ്റെ അമ്മയാണ്. ഒന്ന് ചോദിച്ചു, ഒന്ന് അറിയാനുള്ള കൊതിയുണ്ടാ. ആ മോളെ എന്നാ ഉണ്ട്? സുഖമായിട്ടിരിക്കുന്നല്ലേ? എന്നാ ഉണ്ട്? എനിക്ക് നിന്നെ ഒന്ന് വീട്ടിൽ കൊണ്ടായി കൊള്ളാന്നൊരു ആഗ്രഹം. പോരുന്നോ കൂടെ? ഞാൻ തമാശക്കൊന്ന് ചോദിച്ചു പോയതാ, ഇത്ര ഏക്കേണ്ടി വരും അറിഞ്ഞില്ല. അതെന്തിനായിരുന്നറിയാവോ? ചേച്ചി നോക്കിയപ്പം ഒരു കണ്ടസ്റ്റന്റ് ഇച്ചിരി സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നു. അവള് നാളെ വന്ന് ഫസ്റ്റ് അടിക്കാനുള്ള സാധ്യത കണ്ടപ്പോൾ അവന്റെ മനസ്സിളക്കി, അവളുടെ ഏകാഗ്രത കളഞ്ഞ് അവളെ വെറുതെ മോഹിപ്പിച്ച് അവളുടെ മനസ്സിൽ പ്രണയം കുത്തിവെച്ച് നശിപ്പിച്ചില്ലാണ്ടാക്കി ഫസ്റ്റ് അടിച്ചുകൊണ്ട് പോകാനുള്ള പരിപാടിയാണിത്. ഓക്കെ, അതൊക്കെയാണ് ജയശ്രീ ചേച്ചിയുടെ വിശേഷങ്ങൾ. എന്തായാലും നമ്മുടെ ഫ്ലോറിലേക്ക് വന്നതിൽ സ്വാഗതം. യെസ് നിറ്റി, വീണ്ടും നമ്മുടെ ഫ്ലോറിൽ എത്തിയിരിക്കുകയാണ്. എങ്ങനെയിരുന്നു ആദ്യം വന്നതിന്റെ ഫീഡ്ബാക്സ് ഒക്കെ എങ്ങനെയുണ്ട്? ആരൊക്കെ എന്തൊക്കെ പറഞ്ഞു? എല്ലാവരും നല്ല അഭിപ്രായമാണ് പറഞ്ഞത്. എല്ലാരും ചോദിച്ചു നിന്നെ കൊണ്ട് ഇങ്ങനെയൊക്കെ പറ്റുമോന്ന് ചോദിച്ചു. എനിക്ക് ഏറ്റവും അട്രാക്റ്റീവ് ആയിട്ട് തോന്നുന്നത് വർക്കിംഗ് വിമനും ഇവിടെ വന്ന് പങ്കെടുക്കാന്നുള്ളതാണ്. ഞങ്ങളുടെ ആ ഷെഡ്യൂൾ ഞാൻ കോട്ടയം റബ്ബർ ബോർഡിലാണ് വർക്ക് ചെയ്യുന്നത്. ആ ഷെഡ്യൂൾ ഇവർ അതനുസരിച്ച് തന്നു. അതെ അതെ അതെ. അല്ല, ഞങ്ങളെ ഇവിടെ ആയ കാലം തൊട്ട് ഇവിടെ കഴിഞ്ഞ ഷെഡ്യൂളിലൊക്കെ ചില ജോലിക്കാര് ചില ആൾക്കാരൊക്കെ വരുമ്പോ ഞങ്ങൾ മറ്റു പല ചാനലിന്റെയും ഗ്രൂമിങ്ങിന്റെ പണിയായിരുന്നു ആദ്യം ചെയ്തുകൊണ്ടിരുന്നത്. ഇവിടെ വരും, പിന്നെ അവർ വേറെ ചാനലിൽ പോയൊക്കെ ചെയ്യുമ്പോഴും സത്യത്തിൽ ഞങ്ങൾ അതിനൊന്നും എതിർത്തിട്ടില്ല. ഇവിടെ വരുന്ന എല്ലാവർക്കും ഏറ്റവും നല്ലത് എന്ത് സംഭവിക്കണോ എങ്ങനെ പോകണോ അതിനെല്ലാം വളരെ സന്തോഷത്തോടെ വിടുന്ന ഒരു പരിപാടിയാണ് ഫണ്ട്സ് അപ്പോൺ എ ടൈം എന്ന് പറഞ്ഞ പരിപാടി. അങ്ങനെ ഫണ്ട്സ് അപ്പോൺ എ ടൈം കാരണം ഒരു ദിവസത്തിൽ പോലും റബ്ബർ ബോർഡ് നഷ്ടത്തിലോടരുത് എന്നുള്ളൊരു ആഗ്രഹമുള്ള ആളാണ് ഞാൻ. മുതലാളിക്ക് നിർബന്ധമാണ്. അത് ഞാൻ കാത്തു സൂക്ഷിക്കും. അപ്പൊ ഇന്ന് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇതിൽ ആരാണ് ആദ്യം പെർഫോം ചെയ്യാൻ പോകുന്നത് എന്നറിയാൻ ഒരു കഥ തരും. അതായത് 3 സിനിമകളുടെ കഥ കോർത്തിണക്കിയ ഒരു കഥയാണത്. അത് 3 നിങ്ങൾ ഐഡന്റിഫൈ ചെയ്ത് ആര് ആദ്യം പറയുന്നോ അവരായിരിക്കും ആദ്യം പെർഫോം ചെയ്യുക. ക്ലിയർ ആയോ? അത് പറയാനായിട്ട് ഒരാൾ വരും. യെസ്, നമ്മുടെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു താത്ത ഫ്രോം മാക്സ്. നമസ്കാരം താത്ത. അടിപൊളി. താത്തന്ന് ഭയങ്കര കാറ്റ് വാക്കിലൊക്കെ ആണല്ലോ വന്നത്. പിന്നെ ഞാനിപ്പോ ഇതിനു വേണ്ടി പഠിച്ചോണ്ടിരിക്കല്ലേ. പഠിപ്പിക്കണേ? നിങ്ങളിവിടെ പിടിച്ചു നിൽക്കണ്ടേ? എന്നാ കഥ പറയാം. ഇനിയിപ്പോ ശരിയാവൂല. ഉത്തരത്തിലേക്ക് നോക്കല്ലേ. എന്നാ പിടിച്ചോ കഥ. ഭൂഗോളത്തിന്റെ സ്പന്ദനം കണക്കിലാണെന്ന് വിശ്വസിച്ചിരുന്ന ചാക്കോ മാഷിന്റെ കണക്കുകൂട്ടലുകളെല്ലാം തെറ്റിച്ചുകൊണ്ടാണ് മൂത്ത മകനായ തോമസ് ചാക്കോ നാടറിയുന്ന ഒരു ഗുണ്ടയായി മാറിയത്. ഒടുവിൽ അയാൾ മകന് പകരം പായ വയ്ക്കുന്നതാണ് ട്രെൻഡ് എങ്കിലും അതിന് പകരം അതിൽ നിന്ന് മാറി ഒരു 18-ാം പട്ട തെങ്ങ് വെച്ചു. എന്നാൽ ഇതൊന്നും അറിയാതിരുന്ന അമ്മ നായകൻ ദുബായിലാണെന്ന് കരുതി വാടകയ്ക്ക് താമസിക്കാൻ വന്ന പെൺകുട്ടിയുമായി നായകന് കല്യാണം ആലോചിച്ചു. ഈ കാര്യം അറിയാതെ മാർക്കറ്റിൽ പാടി നടക്കുകയായിരുന്നു നായകൻ. വീട്ടിലെത്തി കല്യാണക്കാര്യം അറിഞ്ഞ നായകൻ ദുബായിലെ ക്രിസ്ത്യാനി ഷെയ്ഖിന്റെ മകളുമായി തന്റെ കല്യാണം ഉറപ്പിച്ചതെന്ന് നുണ പറഞ്ഞ് തിരിച്ച് വാളയാറിലേക്ക് തിരിച്ചു പോകുന്നു. നായകൻ തന്റെ ബുദ്ധി ഉപയോഗിച്ച് പാൽവണ്ടിയുടെ അടിയിൽ ചന്ദനത്തടികൾ വെച്ച് ചെക്ക് പോസ്റ്റ് കടത്തി പോലീസിനെ കബളിപ്പിക്കുന്നു. ജീവിതത്തിൽ പ്രതിസന്ധികൾ തുടരെ വന്നപ്പോഴും അതൊന്നും കൂസാതെ നായകൻ ഗുണ്ടയുടെ കല്യാണത്തിന് പോയി പാട്ടുപാടി ആസ്വദിച്ചു കൊണ്ടേയിരുന്നു.
കിട്ടിയാ ഒരെണ്ണേ കിട്ടിയുള്ളൂ. ഒരെണ്ണം കിട്ടിക്കാണോ? പറയട്ടെ. ആ പറ. സ്ഫടികം. അമ്പടാ. ആദ്യത്തേത്. രണ്ടാമത്തെ ഒന്ന് ലയണാണോ? ഏ ലയൺ അല്ല ആ ലയൺ പോലത്തെ വേറൊരു പടം ആ അതുപോലത്തെ ആണോ? അല്ല ആള് ഹീറോ ഒരാളാ. ഏ ദിലീപേട്ടന്റെ ഫിലിമാ? ആ അതിന് വേണ്ട Highway. ആ റൺവേ. കയ്യടി ഇവിടെ രണ്ടെണ്ണം പോയി സാർ. ഓക്കെ ആ ഒരെണ്ണം കൂടെ ഉണ്ട്, പറഞ്ഞു ആരാന്ന് വെച്ചാ. കൂടി ഉണ്ട് ഇങ്ങനെ ഓ അണ്ടവാമാവാ ഓ അണ്ടവാമാവാ. ഒന്ന് കിള്ളുന്നുണ്ട്, ഇച്ചിരി വികാരം ഇടാമോ? നമുക്ക് അന്യഭാഷയിലേക്ക് പോണം. നമ്മുടെ ഇല്ലേ? തമിഴ് പടാ, തമിഴ, തമിഴല്ല തെലുങ്കോ. തെലുങ്ക്, തമിഴ്, തെലുങ്ക് മലയാളം. തമിഴിലേക്ക് ഡബ് ചെയ്ത് ഇറങ്ങിയിട്ടുണ്ട്. പൂവിന്റെ പര്യായ പദം, ചേച്ചി പൂവിന്റെ പര്യായം പറ. കുസുമം അതിന്റെ പേരിലുള്ളൊരു വിമാനത്തിലാണ് രാവണൻ സീതയെ തട്ടിക്കൊണ്ടുപോയത്. സ്ത്രീകൾക്ക് പേരിടും. ഒന്ന് പറയൂ. രാവണൻ സീതയെ തട്ടിക്കൊണ്ടുപോയ വിമാനത്തിൽ പുഷ്പ. പുഷ്പ. എന്റെ ഈശ്വരന്മാരെ, ഞാനതല്ല, ഇത് ഈ പരിപാടി അല്ലു അർജുൻ എങ്ങനെ ഇരുന്ന് കാണും? അല്ലു അർജുൻ എന്തുമാത്രം വേദനിക്കുന്നു നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? അല്ലുകൂട്ടൻ ആലോചിക്കില്ലേ, ഞാൻ ഇത്ര ഹിറ്റ് അടിച്ചിട്ട് ഇവരൊന്നും എന്നെ അറിയുന്നില്ലല്ലോ എന്ന് ആലോചിക്കില്ലേ? എനിക്ക് ഒരു കാര്യം പറയാനില്ലായിരുന്നു. ഈ ഭാഗം കട്ട് ചെയ്തേക്കണം, ടെലികാസ്റ്റ് ചെയ്യരുത്. ഇതേ ചെയ്യൂ, ഭാഗ്യമുണ്ടെ അവൻ ഇതെടുത്ത് പ്രൊമോയിലിടും. എനിക്ക് ഒരു കാര്യം പറയാനുണ്ട്. ഇവിടെ കല്യാണം ആലോചിച്ച പെണ്ണില്ലേ, ഇപ്പൊ രക്ഷപ്പെടണമെങ്കിൽ രക്ഷപ്പെട്ടോ. അപ്പൊ ഒന്നാം സ്ഥാനം ഇവിടെ കൊടുക്കല്ലേ? എന്നാ അത് അവിടെ കൊടുത്തേര്. പറഞ്ഞു പറയിപ്പിച്ചല്ല. ആ നമസ്കാരം, ഞാൻ ജയശ്രീ, നീലമനയില്ലം. ഞാനൊരു അന്തർജനാണേ. ഇപ്പം ബാഹർജനം പിടികിട്ടിയില്ലേ? ഇപ്പൊ ഞാൻ പുറത്തല്ലേ നിൽക്കണേ, അത്ര തന്നെ. ഞാൻ പ്രൗഢിയും ആഠ്യത്വവും പിന്നെന്താ കുറച്ച് ഭംഗിന്നൊക്കെ അങ്ങോട്ട് പറഞ്ഞോളൂ. TV ഷോ ഒക്കെ അല്ലേ ഒക്കെ ഉള്ള ഒരു അന്തർഗജം, സോറി അന്തർജനമാണ്. പക്ഷെ ഇപ്പൊ വലി അങ്ങ് തുടങ്ങിയെന്ന് മാത്രം. ഈ വലി അല്ല കേട്ടോ, ആസ്മയുടെ വലി. ഇനി ഞാൻ ഇത്ര നേരത്തേക്ക് നിന്നു ഒരു അച്ചായത്തിയാവുക, വിരോധം ഇല്ലല്ലോ. ഞാൻ നെൽസൺ തോമസ്, സിൻസ് 1988 നാടായ കോട്ടയത്ത് നിന്ന് വരുക. കോട്ടയം റബ്ബർ ബോർഡിൽ വർക്ക് ചെയ്യുന്നു. ഇങ്ങോട്ട് വരാൻ നേരത്ത് ഞാൻ നെൽസണോട് വാട്സപ്പിൽ ഒരു മെസ്സേജ് അയച്ചു. കുറച്ച് ഓയിൽ ആൻഡ് ഗ്രീസ് ഒക്കെ ഇട്ടാണേ, ഒരു ചെറിയ ഡൗട്ട് ഉണ്ട് അല്ലേ. ഈ ഓയിൽ ആൻഡ് ഗ്രീസ് ഒട്ടും സംശയിക്കേണ്ട, വളയ്ക്കാൻ തന്നെയാ, കണ്ടന്റ് അടിച്ചു മാറ്റല്. ഞാൻ നെൽസനോട് ചോദിച്ചു, നെൽസ കണ്ടന്റ് ഉണ്ടോ? നെൽസൺ പറഞ്ഞു, സോറി ചേച്ചി കണ്ടന്റ് ഇല്ല. കണ്ടന്റ് ഉണ്ടോ? കണ്ടന്റ് ഇല്ല. കണ്ടന്റ് ഉണ്ടോ? കണ്ടന്റ് ഇല്ല. പിന്നെ ഞാൻ അതിനെ അങ്ങ് റിംഗ് ടോൺ ആക്കി. ഇപ്പം നെൽസൺ വിളിച്ചാൽ കേൾക്കുന്ന അമ്പലത്തിലെ ചെണ്ടമേള, കണ്ടന്റ് ഉണ്ട്, കണ്ടന്റ് ഇല്ല, കണ്ടന്റ് ഉണ്ട്, കണ്ടന്റ് ഇല്ല, കണ്ടന്റ് ഉണ്ട്, കണ്ടന്റ് ഇല്ല, കണ്ടന്റ് ഉണ്ട്, കണ്ടന്റ് ഇല്ല, കണ്ടന്റ് ഉണ്ട്, കണ്ടത്തില്ല. ഈ നെൽസൺ വളഞ്ഞില്ലെങ്കിലും ഞാൻ എൻ്റെ കണ്ടന്റ് ഇവിടെ അങ്ങ് പ്രവർത്തിപ്പിക്കാൻ കാണിച്ചേക്കാന്ന് വിചാരിച്ചാൽ എനിക്കിവിടെ എഡീബോഡി ടേംസിലുള്ള ചില ജഡ്ജസിനെയൊക്കെ പിടിയുണ്ട്. എഡീബോഡി പിടികിട്ടിയില്ലേ? പിഷാരടി. ഇനി എൻ്റെ കണ്ടന്റിന്റെ പേര് മധ്യവയസ്കർ. ഈ മധ്യവയസ്കർ എന്ന് പറഞ്ഞാൽ ഇല്ലത്തും അങ്ങോട്ട് ഇറങ്ങുകയും ചെയ്തു, അമ്മ തൊട്ട് എത്തിയില്ല. യൂത്തും അല്ല ഓൾഡും അല്ല, എന്നാ മനസ്സുകൊണ്ട് യൂത്ത് ആണ് താനും. ഞാനാണേലേ ഇവിടെ ഒഡീഷന് വന്നപ്പം ഈ കോളേജ് കുമാരിമാരുടെ ഒരു ഫ്രോക്കൊക്കെ ഇട്ട് നമ്മുടെ കല്യാണി പ്രിയദർശന്റെ ഫിഗറും ഒക്കെ പിടിച്ച് മന്ദം വന്നു. എന്നെ കാണും ഇവിടുത്തെ പ്രൊഡ്യൂസറുടെ ആദ്യത്തെ ചോദ്യം, റിട്ടയർ ആയോ? ഇല്ല കോൺഫിഡൻസ്. അതങ്ങനാ. ചിലരാണെങ്കിൽ ഇവിടെ മധ്യവയസ്സിലൊക്കെ എത്തിയെങ്കിലും കുട്ടിയായിട്ട് അങ്ങ് ഇരിക്കുക, സുന്ദരി കുട്ടിയായിട്ട്. ശങ്കരൻകുട്ടി, നാരായണൻകുട്ടി, രചന നാരായണൻകുട്ടി. പിന്നെ ഇവരെ മധ്യവയസ്സിലെത്തിയെങ്കിലും നമുക്കിവരെ തിരിച്ചറിയാൻ കുറച്ച്, പേരിലൊക്കെ കുട്ടിയൊക്കെ ഉണ്ട്, പക്ഷെ മധ്യവയസ്സിലെത്തിയെന്നറിയാൻ കുറച്ച് സൂത്രങ്ങളുണ്ട് എൻ്റെ കയ്യിൽ, പറഞ്ഞു തരാം. എന്നാന്നോ, ഇവരുടെ വാട്സാപ്പിലെ സ്റ്റാറ്റസ് നോക്കിയാൽ മതി. ഇവര് 30കളിലാണെങ്കിൽ വിപ്ലവം ഉറപ്പായിരിക്കും സ്റ്റാറ്റസിൽ. തൊക്കെടുത്തൊലത്തിടും വലിച്ചിടും പിഷാരടി. അത് കഴിഞ്ഞ് ഇത് 60കളിലേക്ക് കടന്നാലോ ഈ വിപ്ലവമൊക്കെ അങ്ങ് കെട്ടുപോയി. പിന്നെ മൊത്തം അർത്ഥശൂന്യത അങ്ങ് ചൂണ്ടിക്കാണിക്കും. പഴുത്ത പ്ലാവില വീഴുമ്പോൾ പച്ചപ്ലാവില നോക്കി ചിരിക്കും. ഓർക്കുക, ഒരു നാൾ ഈ പച്ചപ്ലാവിലെയും പഴുത്തു വീഴും. ഇതുപോലൊക്കെയുള്ള സ്റ്റാറ്റസ് ആയിരിക്കും പിന്നീട് അങ്ങ് കാണുന്നത്. പിന്നെ അടുത്ത ഈ മധ്യവയസ്കരെ അറിയണമെങ്കിലേ ഇവര് FBയിൽ പാട്ട് പാടി ഇടത്തില്ലേ, ആ പാട്ടൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി.
ഇപ്പോഴത്തെ പിള്ളേരെ നിങ്ങളുടെ ന്യൂജൻ ട്രെൻഡ് ഏതാ പാട്ട്? ഗൊത്തിലോ തന്നെ ഗൊത്തിലോ 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 തന്നെ ഗൊത്തിലോ ഗൊത്തിലോ അല്ലേ? എൻ്റെ മോളൊക്കെ പറയും സ്റ്റൈലുണ്ടെന്ന്. എനിക്ക് അത്രയൊന്നും അറിയില്ല, അവള് പറഞ്ഞു തന്നെ കേട്ടോ. ഈ പാട്ട് ഞങ്ങളുടെ മധ്യവയസ്കരുടെ കയ്യിൽ തരുവാണെങ്കിൽ ഞങ്ങൾ പാടി വരുമ്പം ഇതങ്ങ് തിരുവാതിരപ്പാട്ട് പോലെ ആവും. ഗോഥിലോ 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 ഗോ ഗോഥിലോ 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 ഗോ. ഇനി നിങ്ങൾക്ക് ഈ മധ്യവയസ്കരെ ഇല്ലെന്നുണ്ടോ എങ്കിലേ അവരുടെ ബെഡ്റൂമിൽ ചെന്ന് ഒളിഞ്ഞു നോക്കിയാൽ മതി, പേടിക്കേണ്ട ഒന്നുമില്ല. കാന്തത്തിന്റെ സജാതീയ ധ്രുവങ്ങൾ വികർഷിക്കുന്ന പോലെ വികർഷിച്ച് കട്ടിലിന്റെ രണ്ടറ്റത്തായിട്ടായിരിക്കും കിടപ്പ്. ചിലപ്പോ ഈ വികർഷണം കൂടി ചിലപ്പം തൊഴിച്ച് താഴെ ഇടാനും മതി. പക്ഷേ ചില ദിവസം വേറെ റൂമിൽ നിന്ന് സൗണ്ടൊക്കെ കേൾക്കാം. പക്ഷെ തെറ്റിദ്ധരിക്കണ്ട, മുട്ടുവേദനയുടെ പൊളച്ചില. പിന്നെ ഈ മധ്യവയസ്കർക്ക് ഈ നിങ്ങളുടെ ന്യൂജൻ കുറെ ഫുഡൊക്കെ ഇല്ലേ, ഈ പുതിയ പുതിയ ട്രെൻഡുകളിലൊക്കെ ഉള്ള ഫുഡ് എനിക്ക് മോളും മോനും ഒക്കെ ഉണ്ട്, അവര് പറഞ്ഞു തന്നാ കേട്ടോ. അപ്പൊ ഈ ഒരു ഫുഡ് ഐറ്റത്തിനെ പറ്റി ഞങ്ങൾക്ക് വലിയ പിടിയൊന്നും വലിയ മധ്യവയസ്കർക്ക്. കഴിഞ്ഞ ദിവസം എൻ്റെ പുള്ളിക്കാരൻ വന്ന് ചോദിക്കുക, എടി നിന്റെ മോന് ഈ കണ്ട വൃത്തിയായിട്ട് യൂട്യൂബ് ചാനലൊക്കെ കണ്ടിട്ടേ എന്നോട് വന്ന് ചോദിക്കുക, അച്ഛാ കുനാഫ ട്രൈ ചെയ്യുന്നോന്ന്. ഇത് ഫുഡാന്ന് പോലും പുള്ളിക്ക് പിടികിട്ടുന്നില്ല. അത് സാരമില്ല, ഞങ്ങളുടെ ഒരു ട്രെൻഡ് എങ്ങനെയാണെന്നുള്ളതേ ഉള്ളൂ. ഇനി അതൊക്കെ പോട്ടെ. എനിക്ക് ഈ ഈയിടെയായിട്ട് എനിക്ക് 30ാം വെഡിങ് ആനിവേഴ്സറി ആയിരുന്നു. ഞാൻ ഓഫീസിൽ കുറച്ച് ലഡു ഒക്കെ കൊണ്ട് കൊടുത്തു. ഈ ലഡു ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പം ഈ വിവാഹപ്രായം എത്തിയ ലതയുടെ ഒരു സംശയം, മാഡം ഈ 30 വർഷത്തെ ദാമ്പത്യ ജീവിതം കൊണ്ട് മാഡത്തിന് എന്ത് മാറ്റമാണ് ഉണ്ടായത്? ഞാൻ പറഞ്ഞു, ലതേ എനിക്കൊരു 2 മാറ്റമാണ് ഉണ്ടായത്. ആദ്യത്തെ കല്യാണം കഴിഞ്ഞ സമയത്ത് എൻ്റെ ബോഡി വെയിറ്റ് 55 കിലോ, ഫസ്റ്റ് ഡെലിവറി 65 കിലോ, സെക്കൻഡ് ഡെലിവറി 75 കിലോ, തേർഡ് അയ്യടാ ഞാൻ പറ്റില്ല, എനിക്ക് വയ്യ എൻ്റെ ബോഡി വെയിറ്റ് സെഞ്ചുറി അടിപ്പിക്കാനായിട്ട്. പിന്നെ അടുത്തത് തിരിച്ചറിയാൻ ഞാൻ കല്യാണം കഴിഞ്ഞ സമയത്ത് പുള്ളിക്കാരനോട് പറയായിരുന്നു, നകുലേട്ടോ അല്ലിക്ക് ആഭരണം എടുക്കാൻ പൊക്കോട്ടേ പൊക്കോട്ടേ. ഇപ്പോഴാണെങ്കിൽ ഈ പ്രായത്തില് അല്ലിക്ക് ആഭരണം എടുക്കാൻ പോവും അല്ല വല്ലതും പറയാനുണ്ടോ? ഉണ്ടോ? ആ ഒരു കോൺഫിഡൻസാ എന്നിൽ വളർന്നത്. പിന്നെ പണ്ട് യൂത്ത് ആയിരുന്നപ്പം ഞാൻ നന്നായിട്ട് ഞങ്ങൾ പഞ്ചാരിയൊക്കെ എടുക്കുമായിരുന്നു. പക്ഷെ ഇപ്പൊ പഞ്ചാരിയടി നടക്കത്തില്ല. കാരണം കെട്ടിയോൻ കൂടെ ഉള്ളത് അല്ല, ഡയബറ്റിക്കാ. ഇപ്പൊ ഇഷ്ടം പഞ്ചാരയല്ല, ചായപ്പൊടിയാ. കാരണം എന്നാന്നോ, ഈ ചായക്കകത്ത് ഈ ഞങ്ങളുടെ മൈലാഞ്ചിപ്പൊടിയൊക്കെ ഇട്ടാ ഞങ്ങളുടെ ഡൈ ഉണ്ടാക്കുന്നത്. കഴിഞ്ഞ ദിവസം നോക്കിയപ്പോഴേ എൻ്റെ ചേച്ചി ഫ്ലാറ്റിൽ ലിഫ്റ്റ് വഴി 10ാം നില ചെന്ന് ഉണ്ടാക്കുക ഡൈ. ചോദിച്ചപ്പോൾ പറയുക, മോഹൻലാൽ പറഞ്ഞിട്ടുണ്ട് ഉയരം കൂടുന്തോറും ചായയുടെ ഗുണം കൂടുമെന്ന്. അങ്ങനെ നരയൊക്കെ കറുപ്പിച്ച് കഴിഞ്ഞ് കണ്ണാടി നോക്കി, അപ്പോൾ ഉണ്ടടാ ഈ വെളുത്ത മുഖത്തൊക്കെ കറുത്ത പാടുകൾ. ഇപ്പം ഇത് മുഴുവൻ പൊട്ടിയിട്ടേക്കുവാണ്. മറച്ച് ഇവർ ഫ്രീ ആയിട്ട് മേക്കൊക്കെ ഒക്കെ ഇട്ട് തന്നായിരുന്നു, മറച്ച് കിടക്കുക. അല്ലെങ്കിൽ കരിമങ്കലിയൊക്കെ ഉണ്ടായിരുന്നേ, ഇപ്പം മറച്ചേക്കുക. അപ്പം ഈ ഭയങ്കര കറുത്ത പാട് ഞങ്ങളുടെ ശത്രുവാണ് ഈ കരിമങ്കലി കറുത്ത പാടുകൾ. ഞാൻ ഉടൻ തന്നെ പുള്ളിക്കാരൻ്റെ പോക്കറ്റിൽ നിന്ന് ഒരു 2000 രൂപ അങ്ങ് അടിച്ചു മാറ്റി. എന്നിട്ട് ഓൺലൈനിൽ ഡയമണ്ട് ഫേഷ്യൽ പാക്ക് ഇവിടെ വരുത്തിച്ചു. ഇവിടെ വന്ന് അത് പൊട്ടിച്ച് നോക്കിയപ്പോഴല്ലേ ആക്ടിവേറ്റഡ് ചാർക്കോൾ എന്നൊക്കെ പറഞ്ഞ് വെറും കരിപ്പൊടി. ഏതായാലും ഈ കരിപ്പൊടിയൊക്കെ മുഖത്ത് വാരി പൊത്തിയിട്ടിട്ട് പുള്ളിക്കാരനോട് ചെന്ന് ചോദിച്ചു, ചേട്ടാ എങ്ങനെയുണ്ട് എൻ്റെ ഡയമണ്ട് ഫേഷ്യൽ? പുള്ളി എന്നെ ഒന്ന് നോക്കി, എന്നിട്ട് പറഞ്ഞു, സോ എലിഗൻ, സോ ബ്യൂട്ടിഫുൾ, ജസ്റ്റ് ലുക്കിംഗ് ലൈക്ക് എ വാവ്. നീ എൻ്റെ ഡയമണ്ട് ഭദ്രകാളി. അങ്ങനെ ആ ഫേഷ്യലൊക്കെ കഴിഞ്ഞ് ഞാൻ എൻ്റെ കെട്ടുപ്രായമായ മോളെയും കൊണ്ട് ഒരു കല്യാണത്തിന് പോയി. അവിടെ ചെന്ന് ഫോട്ടോഗ്രാഫർ അങ്ങോട്ട് നോക്കി അങ്ങ് ചിരിച്ചു. കാരണം പുള്ളി വലിയ റീൽസ് എടുത്ത് എന്നെ ഒന്ന് വൈറലാക്കിയെങ്കിലോ. ഈ ഫോട്ടോഗ്രാഫർ ക്യാമറയുമായി എൻ്റെ അടുത്തോട്ട് വന്നു. അടുത്ത് വന്ന് ചേർന്ന് നിന്നിട്ട് പറഞ്ഞു, കൂടെ നിൽക്കുന്ന മോളെ ഒന്ന് സ്റ്റേജിലേക്ക് ഇവിടെ ഡാൻസ് ചെയ്യാൻ. ആൻറ്റി ഇവിടെ നിന്നു. ആൻറ്റി ഞാൻ ആഗ്രഹിച്ചത് ദേവസേന, എനിക്ക് കിട്ടിയത് ആനപ്പാറ അച്ചാമ്മറോള്. അതോടെ എൻ്റെ ഡയമണ്ട് ഫേഷ്യൽ ഗോവിന്ദ. പിന്നെ എന്നാ ഫേഷ്യൽ ചെയ്തിട്ട് എന്നാ? ഞങ്ങൾ മധ്യവയസ്കരെ ആർക്കെങ്കിലും വേണോ? ഈ പരസ്യങ്ങളൊക്കെ കണ്ടിട്ടില്ലേ? ഏതെങ്കിലും സോപ്പിൻ്റെയോ ക്രീമിൻ്റെയോ പരസ്യത്തിൽ ഞങ്ങൾ മധ്യവയസ്കരുണ്ടോ? എന്നെ ഈയിടെ ഒരു പരസ്യത്തിന് വിളിച്ചായിരുന്നു ഒരു റിട്ടയർഡ് അധ്യാപകര്. ഏതാന്ന് പ്രോഡക്റ്റ് നിങ്ങൾക്ക് കേൾക്കണോ? കുളിച്ച് തകട്ടി ഗ്യാസ് ട്രബിളിനുള്ള കായം ചൂർണത്തിൻ്റെ അങ്ങനെ ഞാനൊരു പുളിച്ച മോഡലായി. ഡയാനെ പോലല്ല കേട്ടോ, ഞാനൊരു പുളിച്ച മോഡല്. വെറുതെ അല്ല കേട്ടോ സാർ എന്നെ ഗ്യാസിന്റെ പരസ്യത്തിൽ വിളിച്ചത്. സ്കൂളിൽ പഠിക്കുമ്പോഴേ ഞാൻ ഉത്തരക്കടലാസിൽ ധാരാളം ഗ്യാസ് അടിച്ച് വെക്കുമായിരുന്നു, അതായിരിക്കാം. പിന്നെ ഞങ്ങൾ ഈ മധ്യവയസ്കര് നഷ്ടബോധത്തിൽപ്പെട്ട ഉഴലുകയാണ് മക്കളെ, ഉഴലുകയാണ്. എന്നാന്നറിയാവോ? എന്തോരം മൂത്രമാ പാഴാക്കി കളഞ്ഞെന്നറിയാവോ?
അതിൽ നിന്ന് ഒരു തുള്ളി മൂത്രം എടുത്ത് നമ്മുടെ പ്രഗ്നൻസി കിറ്റിൽ വെച്ച് ഒരു 2 ചുവപ്പുര കാണിച്ചിരുന്നെങ്കിൽ ഞങ്ങൾ ആരായിരുന്നു? വളകാപ്പ്, വയറ്റ് പൊങ്കാല, ബേബി ഷവർ, കൊതിയാവുക. ഞങ്ങളുടെ കാലത്ത് ഇതൊന്നും ഇല്ലായിരുന്നു. ഞാൻ പുള്ളിക്കാരനോട് പറഞ്ഞു, ചേട്ടാ എനിക്കൊരു 2 ചുവപ്പുര കാണണം. പുള്ളി ഒരൊറ്റ ഞെട്ട് ഇന്നസെന്റിനെ പോലെ, എൻ്റെ അമ്മേ പശുവും ചത്തും മോരിലെ പുളിയും പോയി. അപ്പോഴാ ഒരു വയറ്റ് പൊങ്കാല. ഞാൻ പറഞ്ഞു, ചേട്ടാ എനിക്കൊരു 2 ചുവപ്പുര കാണണം. പുള്ളി പറഞ്ഞു, ഇനിയും രക്ഷയില്ലെങ്കിൽ നീ ഒരു കാര്യം ചെയ്യോ, ഒരു ബ്ലേഡ് എടുത്ത് തലങ്ങും വിലങ്ങും അങ്ങ് പോറി വിട്ടോ, നമുക്കൊരു ചോരപ്പുഴ തന്നെ ഒഴുക്കിയേക്കാം. ഈ ചോരപ്പുഴയൊന്നും ഒഴുക്കിയില്ലെങ്കിലും ഈ തമ്മിത്തൊന്നും ഇല്ലാതെ ജീവിതം ആസ്വാദ്യകരമായിട്ട് കൊണ്ടുപോകാനായിട്ട് എൻ്റെ കയ്യിൽ ഒരു ട്രിക്കുണ്ട്, പറഞ്ഞു തരട്ടെ. കിടക്കുമ്പോഴേ, രാത്രി കിടക്കുമ്പോൾ ഞാൻ ഞങ്ങളുടെ ഇടയ്ക്ക് ഒരു സൂത്രം വെക്കും. പറയട്ടെ? എനിക്ക് നാണം വരുന്നു. എന്തത്? പറയട്ടെ? ഇത്രയുള്ള ഡയറിയും പേനയും സ്ക്രിപ്റ്റ് എഴുതാൻ. അപ്പൊ പിന്നെ തമ്മി തല്ലത്തില്ലല്ലോ, സ്ക്രിപ്റ്റ് എഴുതിക്കൊണ്ടിരിക്കുവാണല്ലോ. അവസാനമായിട്ട് ഈ മധ്യവയസ്കരുടെ ആഗോള ചിഹ്നങ്ങൾ എന്നെ പിള്ളേരെ, ഈ ചപ്പാത്തി പൊട്ടും കുടവയറും. അതുകൊണ്ട് നമുക്കതൊന്ന് മാറ്റി പിടിക്കണ്ടേ? അതുകൊണ്ട് വരൂ കൂട്ടരെ, നമ്മുടെ ഈ മുന്തിരിവള്ളികൾ തളിർത്ത രാവിൽ നമുക്ക് മാർക്കറ്റിൽ പോയി കുഞ്ഞിപ്പൊട്ട് വാങ്ങാം. ടമ്മിട്ടക്കർ വലിച്ചു കയറ്റി കുടവയർ മറയ്ക്കാം. നമ്മൾ അനുദിന രോഗിണികളല്ല, അനുരാഗിണികളാണ്. ഞങ്ങൾ അനുരാഗിണികളാണ്. ഞാൻ എൻ്റെ കൂട്ടുകാരിയോട് കഴിഞ്ഞ ദിവസം ചോദിച്ചു, എടി നീ നിന്റെ ചേട്ടായിന്ന് ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് എന്തുവാ? അവൾ എന്നോട് പറഞ്ഞു, ചുമ്മാ ഒരു അഭിനന്ദനം. നിങ്ങളിപ്പം ഉദ്ദേശിച്ചത് നമ്മുടെ ഫ്രഞ്ച് കിസ് അല്ലേ? അയ്യടാ, പറ്റിയ പ്രായം, മധ്യവയസ്സേ. സംഭവമാണ് കേട്ടോ. താങ്ക് യു. ജയശ്രീന്ന് മാറ്റിയിട്ട് സരസാന്നും കൂടി ഒരു പേരിടണം. നല്ലായിരുന്നു, നല്ല പെർഫോമൻസ് ആയിരുന്നു. അങ്ങനെ നമുക്കൊരു ഏജ് ലിമിറ്റ് ഉണ്ടോ? എന്തിന്? ചുംബിക്കാൻ ഏജ് ലിമിറ്റ് ഒന്നുമില്ല. അങ്ങനെയൊന്നുമില്ല. ഏജ് ലിമിറ്റ് ഒന്നുമില്ല, ഒരു മറയുണ്ടെങ്കിൽ നല്ലതായിരുന്നു. ശരി, നമുക്ക് ജയശ്രീ ചേച്ചിയുടെ പെർഫോമൻസിനെ കുറിച്ച് സംസാരിക്കാം. ഇതാരാ ഇതൊക്കെ എഴുതി തന്നത്? ഞാൻ തന്നെ. ദോശ ഉണ്ടാക്കുമ്പോഴും മിറ്റം തൂക്കുമ്പോഴും ഒക്കെ ഒരു ഡയറി വെച്ച് സ്ക്രിപ്റ്റ് എഴുതാൻ. രാത്രി കിടക്കുമ്പോഴും ഒരു ഡയറി ഉണ്ട്. സത്യമാ. അല്ല, അത് വേണം. ഇതിനു മുമ്പ് പരിപാടി ചെയ്തിട്ടുള്ളത് അവിടെ ഇവിടെ ചെയ്തിട്ടുണ്ട്. എന്നാലും ഇതിങ്ങനെ കണ്ടന്റ് ഉണ്ടാക്കി ചെയ്യണം. അല്ല, അത് വീക്ക്നെസ് വേണം. നല്ല രസമുള്ള പ്രകടനമായിരുന്നു കേട്ടോ. നല്ല രസമുള്ള പ്രകടനം, വളരെ രസമുള്ള ഒരു സ്ക്രിപ്റ്റ്, അതിനെ കൃത്യമായി കൊണ്ടുവന്ന് വിളമ്പി ഭംഗിയായിട്ട് അവതരിപ്പിച്ചു. നല്ല രസമുള്ള നല്ല ഹാർഡ് വർക്കാ. നല്ല ഹാർഡ്. ഞാനിവിടെ വരുന്നവരോട് എപ്പോഴും പറയുമല്ലോ, ഞങ്ങൾക്ക് ഡെയിലി ടെലികാസ്റ്റ് ചെയ്യുന്ന പരിപാടി ഒരു 380 എപ്പിസോഡ്. ഇതിന്റെ കൂടെ ആഴ്ചയിൽ പോകുന്ന പരിപാടി 2 എണ്ണം. അത് ഞാൻ സാധിച്ചേട്ടനൊക്കെ ചെയ്യുന്നിരുന്ന പരിപാടികൾ വേറെ. അങ്ങനെ ഇതിന്റെ കൂട്ടത്തിൽ 3 അവാർഡ് നൈറ്റ്, ഇതിന്റെ കൂട്ടത്തിൽ വേറെ ഗൾഫ് പരിപാടി കോമഡി വേണം. ഇതിലേതെങ്കിലും 2 എണ്ണം മോശമായാൽ മതി, മൊത്തത്തിൽ മോശമായെന്ന് പറയാം. അപ്പൊ ഇതിന് നല്ല പാടുണ്ട് ഇത് തപ്പി എടുത്തോണ്ട് വരാൻ. പിന്നെ ഞങ്ങൾക്ക് മെമ്മറി കുറവല്ലേ? ആര് പറഞ്ഞു? അല്ല, ഉണ്ട്, തൈറോയിഡ് ഒക്കെ ഉണ്ട് ഞങ്ങൾക്ക് പ്രശ്നങ്ങൾ. അതൊന്നും ഒരു വിഷയമൊന്നുമല്ല. അതൊന്നും വിഷയം. ഇതിന് എന്താ കാര്യം അറിയാമോ? നിങ്ങൾ ഈ പറഞ്ഞ വയസ്സും മധ്യവയസ്സും ഒക്കെ വരുന്നത് നിങ്ങളിലെ നർമ്മം നശിക്കുമ്പോഴാണ്. പിന്നെ കഴിഞ്ഞ 3 ദിവസം ഞാൻ 3-4 ദിവസമായിട്ട് 200 കിലോമീറ്റർ യാത്ര ചെയ്ത് പോയി വരുമായിരുന്നു. എനിക്ക് വീട്ടിൽ നിന്ന് വരാൻ പറ്റാത്ത ഒരു സാഹചര്യമായിരുന്നു. അതുകൊണ്ട് പോയി വന്ന് ഗ്രൂമിങ്ങിൽ അറ്റൻഡ് ചെയ്തു. വളരെ നല്ല ഗ്രൂമിങ്ങും നല്ല സഹകരണം ഇവിടുന്ന്. വളരെ നല്ല കോപ്പറേറ്റീവ്, നല്ല പെരുമാറ്റം, പോസിറ്റീവ് എനർജിയാണ് തരുന്നത് ഞങ്ങൾക്ക്. വേണം. അതൊന്ന് രതീഷ് കാരക്കാട് വളരെ സീനിയർ ആയിട്ടുള്ള ഗ്രൂമറാണ്. നമ്മുടെ ഒരു എല്ലാത്തിനെയും വളരെ കൗതുകമായിട്ടും പ്ലസന്റ് ആയിട്ടും രസമായിട്ടും ഒക്കെ കണ്ടാൽ ഒരു പരിഹാസമില്ലാതെ ഒരു നർമ്മം നമുക്ക് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. ആ ഒരു നർമ്മം നിങ്ങളുടെ കയ്യിൽ ഇപ്പോഴും ഉണ്ട്. വളരെ സ്ട്രോങ് ആയിട്ടുണ്ട്, ഗംഭീരമായിട്ടുണ്ട്. ആ നർമ്മമാണ് ഇങ്ങനെ നടക്കുന്നത്. പിന്നെ ഒരു ബുക്ക് വെച്ചിട്ട് കുറിച്ചിടുമെന്ന് പറഞ്ഞത് എനിക്ക് വളരെ സന്തോഷമുള്ളൊരു ഹാബിറ്റാണ്. എനിക്കൊക്കെ ആയ കാലം തൊട്ടുണ്ട്. ഇത് നിനക്കുണ്ടോ? ബുക്ക് വെച്ച് നമ്മൾ കുറിച്ചിട്ട് തല ഫ്രീ ആവും. അല്ലെ തലയിലല്ലേ ഇതെല്ലാം നിറയുന്നേ. നമുക്ക് വെറുതെ തലയിലെ സ്പേസ് വെറുതെ പോവും. എഴുതിയിട്ട ഇത് അപ്പം തന്നെ നമ്മുടെ തലേന്ന് പോകും, ബുക്കിലായി എന്നുള്ളൊരു ബോധ്യമുണ്ട്. അങ്ങനെ നമ്മൾ എഴുതിയിട്ടാൽ അത് വളരെ ഗംഭീരമായിട്ടുള്ള ശീലമാണ്. ആ ശീലവും തുടരുക. പ്രകടനം വളരെ നന്നായിരുന്നു കേട്ടോ. ജയശ്രീ ചേച്ചി, എന്റെ അനുരാഗിണി, എന്തൊരു ചന്താന്നറിയോ ഇങ്ങനെ അതിലപ്പുറമല്ലേ. അതിന്റെ മുമ്പിൽ ഞങ്ങൾക്ക് പിടിച്ചു വയ്ക്കാൻ പറ്റും. അതെനിക്ക് ഇഷ്ടപ്പെട്ടു. ഇടയിൽ എനിക്കിട്ട് പണി തന്നെങ്കിലും എനിക്ക് ഇഷ്ടപ്പെട്ടു. ചേച്ചി ഭയങ്കര പ്ലസന്റ് ആണ് ജീവിതത്തിൽ എന്നുള്ളത് ചേച്ചിയുടെ ഓരോ വാക്കിൽ നിന്നും
ആ ബോഡി ലാംഗ്വേജിൽ നിന്നും വളരെയധികം വ്യക്തമായിട്ട് മനസ്സിലാവുന്നുണ്ട്. അതെ, ഞങ്ങൾ വനിതകൾ ഒന്നിലും പുറയിലല്ല അല്ലേ? Yes. നമ്മള് യെസ്, നമ്മളെല്ലാവരും അങ്ങനെ തന്നെ പിന്നെ മുൻപോട്ട് പോവാൻ മധ്യവയസ്കാന്ന് വിളിച്ചാൽ സോറി കേട്ടോ. ആയി. അതെ അതെ, അല്ല വൃദ്ധാന്ന് തന്നെ വിളിക്കണം. സെർച്ച് ചെയ്തായിരുന്നു ഏജ്. അല്ല, പക്ഷെ ആയുർവേദ പ്രകാരം നോക്കുകയാണെങ്കിൽ ആയിട്ടില്ല. 60-ലാണ് യൗവനം. ആണോ? 60-ലാണ് യൗവനം അവസാനിക്കുന്നത്. അപ്പോഴേ തുടങ്ങുള്ളൂ. 70 മറ്റേ ആക്കിയെന്ന് തോന്നുന്നു. എന്താ ഇപ്പൊ ഇച്ചിരി നീട്ടി നമ്മൾ 70-ലോട്ട് കൊണ്ടുപോകും. 70-ആക്കിയോ? അങ്ങനെ പിന്നെ നമുക്ക് ഇത് എനിക്ക് ഞാൻ ആദ്യമായിട്ട് ആയുർവേദ പ്രകാരം 60 വയസ്സിലാണ് ഇതാണെന്നുള്ളത്. അങ്ങനെയാണ് ആയുർവേദത്തിൽ, അങ്ങനെയാണ് യൗവനം വരെ 60 വരെയാണ് യൗവനം. ആയുർവേദത്തിൽ എത്ര വരെയാ ബാല്യം? ബാല്യം തുടങ്ങി 60 വരെയാണ് ബാല്യം, അവിടുന്ന് അങ്ങോട്ട് യൗവനം. 60-ലാണ് യൗവനം. സോറി, അതന്നെ യൗവനം തുടങ്ങുന്നത്. യൗവനം, വാർദ്ധക്യം, അതായത് ബാല്യം, യൗവനം, വാർദ്ധക്യം, അങ്ങനെയാണ് ടാഗ് ചെയ്തിരിക്കുന്നത്. കൗമാരം സെപ്പറേറ്റ്ലി ടാഗ് ചെയ്തിട്ടില്ല ആയുർവേദത്തിലില്ല. ഇല്ല. പക്ഷെ ചിലരിവിടെ 17 75-ന്റെ വാർദ്ധക്യമുള്ളവരും ഉണ്ട്. ഇഷ്ടം പോലെ ഉണ്ട്. ധാരാളം. സോ ചേച്ചി വളരെ എനർജറ്റിക് പെർഫോമൻസ്. കൂടുതൽ ഡീറ്റെയിൽസ് ഒന്നും പറയണില്ല. എല്ലാം ആ കണ്ടന്റ് തുടങ്ങി അതിനെ ചെണ്ടയാക്കി, ചെണ്ടമേളമാക്കി, രസകരമായി. ഏറ്റവും ചിരിച്ചത് എവിടെയാണെന്നറിയോ? മുട്ടുവേദന. മുട്ടുവേദന ഒരു രക്ഷ ഉണ്ടായിരുന്നില്ല. ജീവിതത്തിൽ നമ്മളൊക്കെ അനുഭവിക്കുന്ന ഓരോ കാര്യങ്ങൾ ചേച്ചി പറഞ്ഞപ്പോ ഒരുപാട് കണക്ട് ചെയ്യാൻ പറ്റും. കേരളത്തിലുള്ള എല്ലാ ആശുപത്രിയിലും കൊണ്ടുപോയതാ മുട്ടുവേദനയ്ക്ക്. അതെ. അപ്പോ എന്താ പറയാ, വിഷു പറഞ്ഞ പോലെ വളരെ രസകരമായിട്ട് ചേച്ചി അവതരിപ്പിച്ചു. ഇനിയും ഇതുപോലെ ജീവിതവും ഇതുപോലെ ചേച്ചിക്ക് എപ്പോഴും കൊണ്ടുപോകാൻ സാധിക്കട്ടെ. ഓൾ പ്രേയേഴ്സ്. അടിപൊളി. അത് എക്സ്പ്രഷൻ മാറി. ഞാൻ നോക്കുമ്പോഴേ ഒരു ഹോസ്പിറ്റലിലെ ഈ ഡോക്ടറെ കാണാനിരിക്കുന്നിടത്ത് ഒരാൾ ഭയങ്കര ആറ്റിറ്റ്യൂഡ് ഇട്ടിരിക്കുന്നു. നമുക്കൊരു രോഗിക്ക് എപ്പോഴും ഉണ്ടാകുന്നത് എന്താണ്? പനിയുള്ള ആൾക്ക് നമുക്ക് ഇങ്ങനെ ഇരിക്കുന്നത് കാണാം, വേദനയുള്ള ആൾക്കാർ ഈ വേദനയുള്ള ഭാഗം ഞെക്കി പിടിച്ച് ഇങ്ങനെയൊക്കെ ഇരിക്കുന്ന കാണാം. ഇതൊരാള് ഭയങ്കര, നമ്മൾ ഒരിക്കലും ഞാൻ ആദ്യം ഓർത്തത് ആ ഹോസ്പിറ്റലിന്റെ CEO അങ്ങനെ ആരെങ്കിലും ആയിരിക്കും. കാരണം പക്ഷെ രോഗികളിരിക്കുന്നത് അവിടെ രോഗികളിരിക്കുന്നത് ഇങ്ങനെ ഇങ്ങനെ ഇരിക്കുക. നഴ്സ് ചോദിച്ചു എന്തു പറ്റി ചോദിച്ചു. വയറ്റിൽ നിന്ന് പോയിട്ട് 3 ദിവസമായി. പിന്നെ എങ്ങനെ ചിരിക്കും? പിന്നെ എങ്ങനെ പുള്ളി ചിരിക്കും? ആറ്റിറ്റ്യൂഡൊക്കെ അങ്ങ് വരിക. അതായത് ഞാൻ ആദ്യം പറഞ്ഞ ആ അഭിപ്രായം മാറ്റേണ്ട. അഭിപ്രായം ഇരുമ്പോലൊക്കെ അല്ലല്ലോ. ഈ മരുമോളുടെ അടുത്ത് ഓടി രക്ഷപ്പെട്ടോളാൻ പറഞ്ഞില്ലേ? മരുമോള് ഓടി കേറിക്കോളാനാണ് ഇനി പറയാനുള്ളത് അല്ലേ? പണ്ട് ഈ കൗമാരം ബാല്യത്തിനെ പറ്റി കുഞ്ഞുണ്ണി മാഷ് പാടിയിട്ടുണ്ട്. കം തകം പാതകം കൊലപാതകം വാഴക്കൊലപാതകം കൊലപാതകം പാതകം തകം കം. മനസ്സിലായോ വല്ലതും? കം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വരിക, ജനിക്കുക അല്ലേ? തകം എന്ന് പറയുന്നത് താളമാണ്. നമ്മൾ നടക്കുമ്പോൾ തകം, താളം, തം 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 ഇങ്ങനെ നടക്കുന്നത്. അത് കഴിഞ്ഞ് പാതകം, കൗമാരത്ത് ചെറിയ ചെറിയ പാതകങ്ങൾ ചെയ്യും. തുമ്പിനെ പിടിച്ച് എൻ്റെ ബാല് മുറിച്ചെളിയ, ചിറ കുളിച്ചെളിയ, ഉള്ള ചെറിയ പരിപാടികളൊക്കെ ചെയ്യൂലേ? അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കൊലപാതകം, യൗവനമായി. മറ്റുള്ള എന്തിനേയും എതിർക്കുക, എന്തിനേയും വിപ്ലവം എന്നൊക്കെ പറഞ്ഞിട്ട് കൊലപാതകം. പിന്നെ മധ്യവയസ്കാവുമ്പോഴാണ് ഇതെല്ലാം തെറ്റായിരുന്നു, വാഴക്കൊലപാതകമായിരുന്നു ഇതെല്ലാം എന്ന് മനസ്സിലാക്കണേ. അത് കഴിഞ്ഞ് പിന്നെ കൊലപാതകം സ്വന്തം ശരീരത്തിനെയാണ്. നമ്മൾ സ്വന്തം ശരീരത്തിനോട് തന്നെ മുറുക്കുക, വീടി വലിക്കുക, സിഗരറ്റ് വലിക്കുക, കള്ളു കുടിക്കുക, അങ്ങനെയാണ് പോകും. അത് കഴിഞ്ഞാൽ പിന്നെയും പാതകങ്ങളായി. വയസ്സായി കഴിഞ്ഞ് കഴിഞ്ഞാൽ അറിയാൻ പാടില്ല, വയസ്സന്മാരുടെ ചില പാതകങ്ങൾ വീടുകളിലൊക്കെ ചെറിയ ചെറിയ പരിപാടികളൊക്കെ ഒപ്പിച്ചു വയ്ക്കും. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെയും തകം, നടക്കുന്നത് ഇങ്ങനെ താളത്തിലാവും. പിന്നെ കം, വേറെ ഏതോ ജന്മത്തിലേക്കുള്ള മരണം അല്ലെങ്കിൽ ജനിക്കുക. മനസ്സിലായോ? ഞാൻ ബ്രോയല്ല മോളെ, താത്ത സൂപ്പർ. അപ്പോ ജയശ്രീയുടെ പെർഫോമൻസ് ഓൾ ടുഗെദർ അതിഗംഭീരമായിരുന്നു. നല്ല ഹ്യൂമൻസ്, റിയലി ഫണി, എല്ലാം കൊണ്ടും അടിപൊളിയായിരുന്നു. ഓക്കെ, മാർക്സ് നമുക്കറിയാം. അപ്പൊ തള്ളേ നമസ്കാരം. ഞാൻ നിറ്റി, തിരുവനന്തപുരത്ത് നിന്ന് വരണ്. പ്രൊഡ്യൂസർ ആൻഡ് പ്രൊഡക്ഷൻ കൺട്രോളർ പ്രസന്നരാജ് റീത്താകുമാരി. എൻ്റെ നെയിം സ്പോൺസേർഡ് ബൈ എൻ്റെ പേടിച്ചുതൂറി അങ്കിൾ ആൻഡ് ഫുഡ് ആൻഡ് അക്കോമഡേഷൻ ബൈ റെൻസി രമേശ് എന്ന് വെച്ചാൽ എൻ്റെ ഹസ്ബൻഡ്. ഇതില്ലാതെ അങ്ങോട്ട് ചെല്ലാൻ പറ്റില്ല. നിങ്ങൾ എന്തായാലും തരാണ്ട് പോയി പോലെ ഇരിക്കണം, ചിരിച്ചോണ്ടിരിക്കും പിള്ളേരെ. ഇപ്പം സാധാരണ നമ്മുടെ നാട്ടിലൊക്കെ എല്ലാവരും പറയണത് ഈ പെണ്ണുങ്ങളെല്ലാം കൂടെ കൂടിക്കഴിഞ്ഞാൽ ഭയങ്കര പരദൂഷണമാണ്, കുറ്റം പറഞ്ഞിട്ടാണെന്നാണ്. അപ്പം ഞാൻ ഇങ്ങോട്ട് വന്നത് എൻ്റെ അനിയത്തെ പറ്റി പറയാനാണ്. അപ്പം നിങ്ങൾ വിചാരിക്കും ഞാൻ അവളെ പറ്റി കുറ്റം പറയാനാണെന്ന്. അല്ല, അവൾ വീട്ടിലുണ്ടാക്കുന്ന കുറച്ച് ബുദ്ധിമുട്ടുകൾ അത് അനുഭവിക്കണത് എൻ്റെ അച്ഛൻ, അമ്മ, ഞാൻ, അവളുടെ പാവം ഹസ്ബൻഡ്.
ഇവള് എവിടെ ചെന്ന് തൊടുവോ അവിടെയൊക്കെ പൈസ ചെലവ് ഉണ്ടാക്കുന്ന ഒരു പുള്ളിക്കാരിയാണ്. ഈ മുതലിനെ കാരണം പൊറുതി മുട്ടിയിരിക്കുകയാണ് നമ്മൾ. OLX-ൽ ഈ ഒരു പ്രോഡക്റ്റ് എടുക്കാത്തത് കൊണ്ടും എക്സ്ചേഞ്ച് ഓഫറുകളൊന്നും ഇല്ലാത്തത് കൊണ്ടും എൻ്റെ പാവ ഇനി ഇവളെ ഇങ്ങനെ ചുമന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഈ അടുത്ത ദിവസം ഇവൾ എന്നെ വിളിച്ചിട്ട് പറയടി ഞാൻ അങ്ങോട്ട് വരുന്നുണ്ടെന്ന്. അപ്പൊ ഈ വിളി കേട്ടപ്പോഴേ എനിക്ക് ഏതാണ്ട് സുനാമി വരുന്ന ബീലായിരുന്നു. കാരണം എൻ്റെ അക്കൗണ്ട് 0 ആക്കാനുള്ള വരവാണെന്ന് എനിക്കറിയാം. അപ്പൊ എന്തായാലും ചിലവാണല്ലോ എന്ന് വിചാരിച്ച് ഞാൻ അവിടെ പറഞ്ഞ് നിന്റെ വീട്ടിലെ റേഷൻ കാർഡിൽ ആ അരിയും കൂടെ ഒന്ന് വാങ്ങിച്ചുകൊണ്ട് വരണേന്ന്. ഏതാണ്ട് 16 രൂപയ്ക്ക് 2 കിലോ അരിയാണ് കിട്ടണത്. ഞാൻ നോക്കുമ്പോൾ ഒരു ഓട്ടോ വിളിച്ച് ഓട്ടോക്കാരനെയും കൊണ്ടുവന്നിട്ടുണ്ട് ആ ചേട്ടന് ഒരു 800 രൂപ കൊടുത്തേരെന്ന്. 16 രൂപയ്ക്ക് 2 കിലോ അരിക്ക് ഞാൻ 800 രൂപ കൊടുക്കണം. പറഞ്ഞു മേലാൽ ഇങ്ങോട്ടുള്ള ഒരു വരവ് നീ നിർത്തിക്കൊള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഇവളെ എല്ലാം നോക്കി, ഇനി ഞാൻ നിന്റെ വീട്ടിൽ കയറണമെങ്കിൽ ഞാൻ സ്വന്തമായിട്ട് ഡ്രൈവിംഗ് പഠിച്ച് വണ്ടിയിലേ വരൂ. അങ്ങനെ എന്ത് വീട്ടിൽ പോയി ഇവൾ സ്വന്തമായിട്ട് ഡ്രൈവിംഗ് പഠിക്കാൻ ചേർന്ന്. ഇവളുടെ കൂടെ പഠിച്ചവരെല്ലാം 1 മാസം കഴിഞ്ഞപ്പോൾ എച്ചെടുത്തു. പക്ഷെ ഇവളെടുത്തത് അപ്പുറത്തെ സജീവിന്റെ തട്ടുകട. അപ്പോൾ RTO ഓഫീസിലുള്ളവരെല്ലാവരും ചിന്തിക്കുകയാണ് ഈ കൊച്ചുകുട്ടി എടുത്തത് A to Z വരെയുള്ളതിൽ ഏതക്ഷരമാണെന്ന് അവർ ഗൂഗിളിൽ നോക്കി സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതാണ് എൻ്റെ ഈ മുതൽ. ഇതൊക്കെ പറയുമ്പോഴും അവൾ ചില സമയത്ത് നല്ല കാര്യങ്ങൾ ചെയ്യാറുണ്ട്. അപ്പം വേസ്റ്റ്, സത്യം പറഞ്ഞാൽ അവൾ വേസ്റ്റാണ്. ഈ വേസ്റ്റിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് എനിക്കൊരു കാര്യം ഓർമ്മ വന്നത്. ഈ അടുത്ത് എൻ്റെ അനിയം പാവം പുള്ളി വീട്ടിൽ പെയിന്റ് അടിച്ചുകൊണ്ടിരിക്കുകയാണ്. എടി പെട്ടെന്ന് ഭാഗത്ത് വേസ്റ്റുമായിട്ട് വരെയാണല്ലോ. അപ്പൊ ഇവള് ചാള കണ്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവളെന്താ 2 കയ്യിലും കുറച്ച് ചാളത്തലയും കുടലും ഒക്കെ ആയിട്ട് വന്നിട്ട് ഈ പെയിന്റ് തേച്ചോണ്ടിരുന്നിടത്ത് മാക്ക് അങ്ങോട്ട് തേക്കാൻ തുടങ്ങി. അപ്പൊ പിന്നെ പറയണ്ടല്ലേ ബാക്കി. അപ്പൊ അലിയന്റെ മറ്റേ ഗ്രാഫ് ഉണ്ടല്ലേ അത് വീണ്ടും താന്നു. അപ്പൊ ഇതെല്ലാം പോരാഞ്ഞിട്ട് ഇവളുടെ അടുത്തൊരു കല്യാണം കൂടി. അപ്പം സാധാരണ കല്യാണ വീട്ടിൽ പോകുമ്പോൾ എല്ലാവരും പൈസ കൊടുക്കണമല്ലോ. അപ്പൊ ഇവളെന്താ ചെയ്ത് 1000 രൂപ കൊടുക്കാമെന്ന് തീരുമാനിച്ച്. പോകുമ്പോൾ 3 പേരല്ലേ പോകത്തുള്ളൂ. മോള്, അവന്, അവളുടെ ഹസ്ബൻഡ്, അവക്ക്. അപ്പോൾ അവൾ എന്ത് ചെയ്ത് എൻ്റെ വീട്ടിൽ നിന്ന് അച്ഛനും അമ്മേനെയും വിളിച്ച് പുള്ളിക്കാരൻ്റെ വീട്ടിൽ നിന്ന് അച്ഛനും അമ്മേനെയും വിളിച്ച് ഇവരൊരു ജാഥയായിട്ട് പോയി. അവിടെ ചെല്ലുമ്പോൾ ബൊഫേ ആയിരുന്നു. പുള്ളിക്കാരിക്ക് ഒന്നും അറിയില്ല. ഇവൾ ഏതാണ്ട് 1 മണിക്കൂർ വെച്ചിട്ട് ഈ സാധനം തീരണില്ല. അപ്പോൾ ഇവൾ വിചാരിക്കണേ എന്താണ് ഇതെന്താ അക്ഷയപാത്രമാണെന്ന്. അല്ല, ഇത് ചെറുക്കന്മാർ കൊണ്ടുവന്ന് ഇറക്കുകയാണെന്ന് ഇവർക്ക് മനസ്സിലായില്ല. ഇത് ഫുള്ള് തിന്നു. ഐസ്ക്രീമും ഫ്രൂട്ട് സലാഡും ഇതെല്ലാം തിന്നു. രാത്രിയായപ്പോൾ ലൂസ് മോഷനും ഛർദിയും തുടങ്ങി. പിറ്റേന്ന് കല്യാണത്തിന് പോകാൻ പറ്റിയില്ലെന്ന് മാത്രമല്ല 2 ദിവസം ഹോസ്പിറ്റലിൽ കിടക്കേണ്ടി വന്നു. ഈ ഹോസ്പിറ്റലൊക്കെ കിടന്ന് ക്ഷീണിച്ച് തിണ്ണയിൽ ഇങ്ങനെ കുത്തിയിരിക്കുമ്പോഴാണ് 3 കിലോ 100 എന്ന് പറഞ്ഞ് ഓട്ടോക്കാരൻ ഇങ്ങനെ വരുന്നുണ്ട്. നോക്കുമ്പോൾ ഓറഞ്ചാണ്. 3 കിലോ 100 കൊള്ളാം, ഭയങ്കര ലാഭമാണ്. പുള്ളിക്കാരൻ ഇന്ന് വരുമ്പോൾ ഞാൻ ഈ ലാഭം പുള്ളിക്കാരന് കൊടുക്കുമെന്ന് വിചാരിച്ചിട്ട് 200 രൂപ കൊടുത്ത് 6 കിലോ ഓറഞ്ച് വാങ്ങിച്ചു. വന്നോടനെ പുള്ളിയുടെ ചേട്ടാ ഞാൻ നിങ്ങൾക്ക് ഇന്ന് ഭയങ്കര ലാഭം ഉണ്ടാക്കി. എന്തുവാണ്? അപ്പോഴാണ് പറയണത് 100 രൂപയ്ക്ക് 3 കിലോ ഓറഞ്ച് കിട്ടിയാൽ ഞാൻ 2 കിലോയും കൂടെ കൂട്ടി വാങ്ങിച്ചിട്ടുണ്ട്. എന്ന് വെച്ചാൽ 200 രൂപയ്ക്ക് 6 കിലോ ഞാൻ വാങ്ങി. അപ്പോഴാണ് പറഞ്ഞു എൻ്റെ പൊന്ന് തോൽവി, കടയിലാകെ 1 കിലോയ്ക്ക് 30 രൂപയുള്ളെന്ന്. അപ്പോൾ പുള്ളിക്കാരി ഏതാണ്ട് ചമ്മി നാറിയ അവസ്ഥയിലാണ്. അപ്പോൾ ഇത് കഴിഞ്ഞപ്പോൾ തൊട്ട് ഇവരുടെ അയൽക്കൂട്ടമുണ്ട്. ഈ അയൽക്കൂട്ടക്കാരെല്ലാം കൂടെ ടൂർ പ്ലാൻ ചെയ്ത് 1600 രൂപയ്ക്ക് ഫാമിലി മൊത്തത്തിൽ പോവാം. ഇവർക്ക് വല്ലാത്ത സന്തോഷമായി. ഇവള് ഹസ്ബൻഡിനെയും കൊച്ചിനെയും കൂട്ടി പോകാൻ തീരുമാനിച്ചു. പക്ഷെ ഇതിൻ്റെ പിന്നിൽ വേറൊരു കൂടെ ഉദ്ദേശം അവർക്ക് ഉണ്ടായിരുന്നു. ഈ പോണ വഴിക്ക് ബർത്ത്ഡേ ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പോണ 40 പേരെയൊന്നും എന്തെങ്കിലും ഗിഫ്റ്റ് കിട്ടാതിരിക്കുമല്ലോ. പുള്ളിക്കാരി മൂന്നാറിൽ എത്തിയപ്പോൾ പൊട്ടിച്ചു ഇന്ന് എൻ്റെ ബർത്ത്ഡേ ആണെന്ന്. അവിടെ നിന്ന് ഒരു ഗിഫ്റ്റ് കിട്ടിയില്ല എന്ന് മാത്രമല്ല ഈ 40 പേർക്കും ചെലവ് ചെയ്യേണ്ടി വന്നു. അപ്പോഴും പുള്ളിക്കാരൻ്റെ മറ്റേ അത് താന്നു. മനസ്സിലായില്ലേ? അപ്പോൾ ഈ ക്ഷീണം മാറ്റാൻ വേണ്ടിയിട്ട് അവള് വീട്ടിൽ വന്ന ഉടനെ അടുത്ത ടൂർ പ്ലാൻ ചെയ്ത് എവിടേക്ക്? ബാംഗ്ലൂരിലേക്ക്. അവളുടെ കുട്ടി എൻ്റെ വീട്ടിൽ കൊണ്ടാക്കിയിട്ട് ഇവർ 2 പേരും കൂടെ ഫ്ലൈറ്റിൽ ബാംഗ്ലൂർ പോയി. അവിടെ കാണാൻ പറ്റുന്ന ഏരിയ എല്ലാം കൂടെ നടന്നു പോയി കണ്ട്. പിന്നെ പോയത് MLT-യിലായിരുന്നു. ഇവളുടെ ഏതാണ്ട് ഒരു ഫ്രണ്ടിൻ്റെ MLT അവിടെ ഉണ്ടായിരുന്നു. ഇവരതിൽ ദൂരോട്ടുള്ള സ്ഥലങ്ങളിലൊക്കെ പോയി കണ്ട്. ഈ പോണ വഴിക്ക് ഇവള് നേരത്തെ ഡ്രൈവിംഗ് പഠിച്ചിട്ടുണ്ടല്ലേ, പുള്ളിക്കാരനെ പുറകെ ഇരുത്തി ഇവള് കയറി എല്ലാം അങ്ങോട്ട് ഇരിക്കാൻ തുടങ്ങി. ഇത് ഏതാണ്ട് കുഴിയിൽ ചെന്ന് വീണ് ഇത് തവിട് പൊടിയായി. അപ്പം ആ പുള്ളിക്കാരന് പുതിയ വണ്ടി ബുക്ക് ചെയ്ത് കൊടുക്കേണ്ടി വന്നു. തിരിച്ച് ടൂറ് കഴിഞ്ഞ് വരുമ്പോൾ 2 പാത്രമായിട്ടാണ് വരുന്നത്. പുള്ളിക്കാരൻ എൻ്റെ വീട്ടിൽ ഇവളെ കൊണ്ടുവന്നാക്കി. അപ്പോൾ ഇവള് വീട്ടിൽ വരുന്ന സമയത്ത് ഞാൻ വീടൊക്കെ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കുറേ വേസ്റ്റ് ഞാനിങ്ങനെ വാരി എറിയുമ്പോൾ ഒരു പാരസെറ്റമോളിൻ്റെ ഫുൾ സ്ട്രിപ്പ് അവിടെ കിടപ്പുണ്ട്. അപ്പം ഞാനത് കളഞ്ഞെന്തെന്ന് വെച്ചാൽ നാളെ കൂടെ മാത്രമേ അതിന് എക്സ്പയറി ഡേറ്റ് ഉണ്ട്. ഇവളെ ഏതാണ്ട് ഭൂതം നിധി കിട്ടിയ കണക്ക് ഓടിപ്പോയി എടുത്തോണ്ട് പെണ്ണെ നീ ഇതെന്തിനു കളഞ്ഞത്, ഇത് നാളെ കൂടെ ഉപയോഗിച്ചൂടെ? അപ്പം ഞാൻ പറഞ്ഞത് നാളെ എക്സ്പയർ ആവൂലേ. ഇവള് നേരെ പെരക്കകത്തോട്ട് പോയിട്ട് 2 കഷത്ത് ഓരോ ഉള്ളിയൊക്കെ വെച്ച് തല വഴിയെ വെള്ളമൊക്കെ ഒഴിച്ചിട്ട് ഞാൻ ചോദിച്ചു നീ എന്താടി കാണിക്കണത്? പെണ്ണെ ഇന്ന് വൈകിട്ട് എനിക്ക് പനി വരുമെന്ന്. അപ്പം എനിക്ക് ആ സ്ട്രിപ്പ് ഫുള്ള് ഉപയോഗിച്ചൂടെ?
വൈകിട്ട് പനി വന്നു എന്ന് മാത്രമല്ല 3 ദിവസം ആശുപത്രിയിലും കിടന്ന് എൻ്റെ അക്കൗണ്ട് 0 ആക്കി തന്നു. അത് കഴിഞ്ഞിട്ട് അപ്പോൾ ഇവക്ക് വേറൊരു സ്വഭാവമുള്ള ഈ പൈല് അപ്പുറം ഇപ്പുറം ഉള്ളവർ എന്തിനും കണ്ടാലും ഇവൾ അതുപോലെ ചെയ്യും, അനുകരിക്കും. അപ്പുറത്തെ വീട്ടിലെ ചേച്ചി ലോക്ക്ഡൗൺ സമയമായപ്പോൾ കുറേ ചെടികൾ വാങ്ങിച്ച് തൂക്കിയൊക്കെ ഇട്ട് 4 വർഷം ഈ തൂക്കിയിട്ട് കാണുമ്പോൾ ഭയങ്കര ഭംഗിയാണ്. അപ്പോൾ എവള് വിചാരിച്ചെന്നോ പൈസ കൊടുത്ത് ഇതൊന്നും വാങ്ങിക്കണ്ടെന്നും പറഞ്ഞ് ഏതാണ്ട് റബ്ബറിൻ്റെ ഇടയിൽ പോയി കുറേ വാഴക്കുമ്പും വാഴച്ചേനയൊക്കെ വാച്ച് ഈ പെരയുടെ മൊത്തത്തിൽ വരിയായിട്ട് അങ്ങ് വെക്കാൻ തുടങ്ങി. വരിയായിട്ട് വെച്ച് ലോക്ക്ഡൗൺ തീർന്നപ്പോഴേക്കും അവിടെ മൊത്തം ഫുള്ള് കാടായി. പാമ്പ് ഇഴജന്തുക്കളെ ശല്യം കാരണം നാട്ടുകാരെല്ലാം കൂടെ പഞ്ചായത്തിൽ കൊണ്ടുവന്ന് പരാതി കൊടുത്ത് ഇത് മൊത്തം JCB ഇടിച്ച് നിരത്തി ആ JCBയുടെ പൈസയും കൂടെ അളിയൻ്റെ പോക്കറ്റിൽ നിന്ന് പോയി. അപ്പോൾ ഇതെല്ലാം കഴിയുമ്പോഴത്തേക്കാണ് പുള്ളിക്കാരിയുടെ വീട്ടിൻ്റെ അപ്പുറത്ത് പൊടിയണ്ണൻ്റെ പെണ്ണിന് വിശേഷമുണ്ട്. പക്ഷേ ഇവളെ അറിയണത് ഒരു 5 മാസം കഴിഞ്ഞിട്ടാണ്. പുള്ളിക്കൊരു നിർബന്ധം, അവക്കാവാമെങ്കിൽ പിന്നെ എനിക്കെന്താ, അവക്ക് അവിടെ ഇല്ലേ പിന്നെ എനിക്കെന്താ, പുള്ളിക്കാരനെ നിർബന്ധിച്ചു, അതും റെഡിയായി. അപ്പോൾ പുള്ളിക്കാരൻ്റെ പേടി ഇതാണ്, എൻ്റെ ഗ്രാഫ് താഴോട്ട് വരുമല്ലോ. താഴോട്ട് വരുമെന്ന് മാത്രമല്ല 2-ാം മാസം തൊട്ട് 9-ാം മാസം വരെ ഹോസ്പിറ്റലിൽ അവൾ അഡ്മിറ്റ് ആവുകയും ചെയ്തു. ഈ ഹോസ്പിറ്റലിൽ കിടക്കണതിൻ്റെ ഇടയ്ക്ക് ഇവക്ക് അപ്പം പിസ്സ കഴിക്കണം. ഈ പിസ്സ എന്തിനാണെന്ന് ഈ പുള്ളിക്കാരൻ അറിഞ്ഞും കൂടാ. രാത്രി പാവപ്പെട്ടോ എന്ത് ചെയ്തു, ഓട്ടോ വിളിച്ച് പിസ്സ കടയിൽ പോയി. പിസ്സ ഹട്ടിൽ ചെന്നിട്ട് ഒരു 5 പിസ്സ പോരട്ടെ എന്ന് പറഞ്ഞു. എമൗണ്ട് എന്താണെന്ന് പുള്ളിക്കാരൻ അറിഞ്ഞുകൂടാത്തത് കൊണ്ടും അവർക്ക് എമൗണ്ട് അറിയാമെന്നുള്ളത് ഒരു 5 പിസ്സ പാക്കറ്റിലാക്കി കൊടുത്തു. പുള്ളിക്കാരൻ്റെ അടുത്ത് എത്ര രൂപയായിരുന്നു ചോദിച്ചപ്പോൾ പറഞ്ഞു 2500 രൂപ. പുള്ളിയുടെ പോക്കറ്റിൽ ആകെ ഉണ്ടായിരുന്ന 500 രൂപ. തലേ ദിവസം വാർക്കപ്പണിക്ക് പോയ കൂട്ടുകാരനെ വിളിച്ചു വരുത്തി 2000 രൂപ അവൻ്റെ നിന്ന് വാങ്ങിച്ച് പിസ്സ ഹട്ടുകാരന് കൊടുത്ത് പൈസ അവർക്ക് കൊടുത്ത് ആ കടവും തീർത്തു. ഈ 9 മാസം ഹോസ്പിറ്റലിൽ കിടന്നതിന് ശേഷം പുള്ളിക്കാരൻ്റെ ബാലൻസ് 0 ആയതുകൊണ്ട് പുള്ളിക്കാരൻ ഇവളെ ഉന്തിത്തള്ളി ഗൾഫിലോട്ട് വിട്ടു. ഇപ്പം അവൾ കൊച്ചിനെ നോക്കി അവിടെ ഇരിപ്പുണ്ട്. ഇപ്പം 2-3 ദിവസം കൊണ്ട് എനിക്ക് ഈ തൊണ്ടവേദനയും ഡ്രൈനസും ഒക്കെ ആയതുകൊണ്ട് അവൾ എനിക്ക് കൂട്ടിരിക്കാനായിട്ട് വീട്ടിലോട്ട് വന്നു. വീട്ടിലോട്ട് വന്നപ്പോഴത്തേപ്പം വരുന്നത് വൈകുന്നേരമാണ്. ഞാൻ നോക്കുമ്പോൾ ഓട്ടോയിലാണ് വന്നത്. ഞാൻ ചോദിച്ചു നീ എന്തിനാ ഓട്ടോയിൽ വന്നത്? എടി നിനക്ക് വയ്യാതിരിക്കല്ലേ. അപ്പം ഞാൻ രാവിലെ ആറ്റുവാ പോയി, പപ്പനാവനെ കാണാൻ പോയി, കരിക്കകത്ത് വന്നപ്പോൾ നല്ല സദ്യ, ഏതാണ്ട് കുർള എക്സ്പ്രസിൻ്റെ നീളത്തിൽ വരികിടപ്പെടും. അപ്പം ഞാൻ പുള്ളിക്കാരൻ്റെ പറഞ്ഞു ചേട്ടാ അവിടെ വെയിറ്റ് ചെയ്യാൻ, ഞാൻ ചോറ് തിന്നിട്ട് വരാമെന്ന്. അപ്പോൾ ആ വെയിറ്റിംഗ് ചാർജും കൂടെ കൂട്ടിയിട്ട് ഏതാണ്ട് 4300 രൂപ കൊടുക്കേണ്ടി വരും. എനിക്ക് ഏതാണ്ട് അടുത്തൊക്കെ പോകാണ്ട് വരുന്ന അവിടെയൊക്കെ പുള്ളിക്കാരനെ കൂട്ടിക്കൊണ്ട് പോയെന്ന് പറഞ്ഞു. ഈ വേസ്റ്റിൻ്റെ പുള്ളിക്കാരൻ്റെ പൈസ ഞാൻ കൊടുക്കുകയും ചെയ്തു. വേറൊരു വണ്ടി വിളിച്ച് ഈ വേസ്റ്റിനെ അപ്പം തന്നെ ഞാൻ അവളെ വീട്ടിലാക്കുകയും ചെയ്തു. നിറ്റിയുടെ സിസ്റ്ററിന്റെ പേരെന്താണ്? എനിക്കങ്ങനെ ഒരു സിസ്റ്റർ ഇല്ല. ഓക്കെ, സാങ്കല്പിക കഥാപാത്രമാണത്. അല്ല, ഇതെന്റെ നാത്തൂന്റെ കുറച്ച് ലീലാവിലാസങ്ങളാണ്. അവളുടെ പേരെങ്ങാനും പറഞ്ഞ് എന്റെ മുട്ടുകാല് തല്ലു പിടിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ സാങ്കല്പിക പേരിന്റെ ആദ്യത്തെ അക്ഷരം പറഞ്ഞാൽ മതി. അവസാനത്തെയോ? വൈ. ഡെന്നി അല്ല, ഒരു പൂവിന്റെ പേരാ. അല്ല, ഡീയുടെ സ്ഥാനത്ത് 6 ആണ്. കാരണം പേര് മൊത്തത്തിൽ പറഞ്ഞ അവളെന്നെ കൊല്ലും. ഡെയ്സി അല്ല, റോസ്ലി. റോസിയോ അല്ലേ? ഡീയുടെ സ്ഥാനത്ത് 6 ആണ്. 6 തുടക്കം, ഡി അല്ല. അവസാനം റോസ്മി. അല്ല. റോസ്മേരി. അല്ല. രശ്മി. അല്ല, അത് ഏതാണ്ടൊക്കെ അടുത്തോട്ടൊക്കെ വരും. പൂവിന്റെ പേരോ? പൂവിന്റെ പേര് ഡി വരുമ്പോ പൂവിന്റെ പേര്, അവളുടെ പേര് ഡി 6 വരുമ്പോ അവളുടെ പേര് വരില്ല. റേസി. യെസ്. നീ കലക്കി ഡയാന, നിന്റെ എല്ലാരും കൈയെടുത്ത് ഡയാനക്ക്. നിറ്റിയുടെ ഭാഷ അവതരണവും കണ്ണുകൊണ്ടും ഒക്കെയുള്ള കാട്ടായങ്ങളും ഒക്കെ നല്ല രസമാണ് കാണിക്കുന്നത് കാണാൻ. അനിയത്തിയുടെ കുറേ കഥകൾ രസമുണ്ടായിരുന്നു. എന്തോ ഇന്ന് എനിക്ക് നിറ്റി ചെറുതായിട്ട് ഓർത്തു പറയുന്നത് പോലെ ഒരു ഫീല് ത്രൂ ഔട്ട് ഉണ്ടായിരുന്നു. അത് ടെലികാസ്റ്റിൽ വന്നോളെന്ന് എനിക്കറിയില്ല, സ്റ്റേജിൽ എനിക്ക് അങ്ങനെ തോന്നി. ബാക്കി നിറ്റിയുടെ അനിയത്തിയുടെയും ബന്ധുക്കളുടെയും യാത്രകളും കഥകളും എല്ലാം വളരെ നന്നായിരുന്നു. ഇത് ആരാണ് എഴുതി തന്നത്? ഞാൻ തന്നെയാണ്. ഞാൻ തന്നെ. നിങ്ങൾ സ്വന്തമായിട്ട് എഴുതിയതാണ് അല്ലേ? സ്ക്രിപ്റ്റ് നന്നായിരുന്നു കേട്ടാ. നിറ്റിയുടെ ഏറ്റവും വലിയ പ്ലസ് പോയിന്റ് എന്താണെന്നറിയോ? എന്താ? അറിയില്ല. നിറ്റിയുടെ ഈ ശബ്ദമാണ്. ഈ ഹൈ പിച്ചിലുള്ള ശബ്ദം ഉണ്ടല്ലോ, താരസ്ഥായി ശബ്ദം എന്ന് പറയും നമ്മൾ ക്ലാസിക്കൽ മ്യൂസിക്കിലൊക്കെ പറയുകയാണെങ്കിൽ. ആ ഹൈ പിച്ച് ടോണ് വളരെ ഭംഗിയായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. കുറച്ചും കൂടി അതിനെ ഒന്ന് മോഡുലേറ്റ് ചെയ്ത്, എസ്പെഷ്യലി ഈ ഒരു ഭാഷയും കൂടിയും കയ്യിലുള്ളത് കൊണ്ട് കുറച്ചും കൂടിയും ഭംഗിയായിട്ട് അതിനെ യൂസ് ചെയ്യാനും പറ്റും. അത് ഇനിയൊരു തവണ നമ്മൾ കാണുകയാണെങ്കിൽ അത് തീർച്ചയായിട്ടും നിറ്റി ശ്രദ്ധിക്കണം എന്നുള്ളൊരു സജഷൻ ഉണ്ട്. പറഞ്ഞതൊക്കെ ഇഷ്ടപ്പെട്ടു.
വളരെ രസകരമായിട്ട് തന്നെ പറഞ്ഞു. ഒരു ഫ്ലോ കുറവ് എവിടെയോ തോന്നി. അത് എനിക്ക് തോന്നുന്നു നിറ്റിക്കും തോന്നി എന്നാണ് ആ മുഖത്തുനിന്ന് ഞാൻ വായിച്ചെടുത്തത്. ആ ഒരു ഫ്ലോ കുറവ് ഒഴിച്ചാൽ ബാക്കിയെല്ലാം വളരെ രസകരമായിട്ടുണ്ടായിരുന്നു. ഓൾ ദി ബെസ്റ്റ്. നല്ല രസമുണ്ടായിരുന്നു. ഇപ്പൊ ഈ വീടിന്റെ അടുത്തൊക്കെ ഈ കിണറ്റിൻകരയിലൊക്കെ വന്നിട്ട് ഏതെങ്കിലും പെണ്ണൊക്കെ ഇരുന്നിട്ട് ഇങ്ങനെ വർത്താനൊക്കെ പറയൂലേ, അങ്ങനത്തെ ഒരു ഫീലായിരുന്നു. അങ്ങനെ ഇങ്ങനെ അടുത്തുള്ള വീട്ടിലെ ഒരു പെണ്ണ് വർത്താനം പറയുന്ന പോലെ ഫീൽ ചെയ്തു. നല്ല രസമുണ്ടായിരുന്നു. കാര്യങ്ങൾ തൊണ്ടയ്ക്ക് ചെറിയ പ്രശ്നമുണ്ടെന്നോ? തൊണ്ടയ്ക്കല്ല, ഒരാഴ്ച കൊണ്ട് ഞാൻ കിടപ്പായിരുന്നു. അതിന്റെ ഒരു ക്ഷീണമാണ്. ബാക്കിയെല്ലാം ഓക്കെ ആയിരുന്നു. അങ്ങനെ ഇന്നത്തെ അംഗം കഴിഞ്ഞിരിക്കുകയാണ്. അംഗത്തട്ടിൽ 2 ചേകവർത്തികളുണ്ട്. ഇനി അറിയേണ്ടത് നിങ്ങളുടെ റിസൾട്ട് ആണ്. ഇവർ 2 പേരിൽ ആരാണ് മികച്ചു നിൽക്കുന്നത് എന്നറിയാം. രമേശ് ഏട്ടാ. നിറ്റി 50-ൽ 43. നിറ്റിക്ക് എൻ്റെ വകയും 50-ൽ 43. Yes, total 86 out of 100. Niti, congrats. അങ്ങനെയെങ്കിൽ രചന ജയശ്രീക്ക് എത്ര മാർക്ക് കൊടുക്കും? ഞാൻ 47 മാർക്ക് കൊടുക്കും ചേച്ചിക്ക്. ഞാനും 47 മാർക്ക് കൊടുക്കും. Okay, super 94 out of 100. That means അടുത്ത ഒരു എപ്പിസോഡിലേക്ക് ജയശ്രീ ചേച്ചിക്ക് ഗോൾഡൻ എൻട്രി ലഭിച്ചിരിക്കുകയാണ്. Congrats. Once Upon a Time സീസൺ 4 മത്സരാർത്ഥികളെ കാത്തിരിക്കുന്നത് പറക്കാട് ജുവൽസ് നൽകുന്ന ക്യാഷ് പ്രൈസ്. സമ്മാനം നൽകാനായിട്ട് രമേശ് ഏട്ടാ, രചന പ്ലീസ്. എക്സ്ക്ലൂസീവ്ലി ഫോർ ലേഡീസ്. അപ്പോൾ നമ്മുടെ സീസൺ 4 പങ്കെടുക്കുവാൻ ആഗ്രഹിക്കുന്ന സ്ത്രീ രത്നങ്ങൾ funsupon-a-time@gmail.com നിങ്ങളുടെ ഡീറ്റെയിൽസ് മെയിൽ ചെയ്യുക. അങ്ങനെ ഫൺസ് അപ്പോൺ എ ടൈം സീസൺ 4 മറ്റൊരു രസകരമായ എപ്പിസോഡ് വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. വീണ്ടും കാണാം. Until then, bye bye.